ഇത് സുരഭി, ട്രാഫിക് വാർഡനാണ്. രാവിലെ 7 മണി മുതൽ കനത്ത ചൂടും പൊടിയും കാര്യമാക്കാതെയാണ് തൈക്കാട്ട് ഗതാഗത നിയന്ത്രണം. തിരക്കൊഴിയുമ്പോൾ അല്പം വെള്ളം കുടിക്കും. ഊർജം സംഭരിച്ച് വീണ്ടും നിരത്തിൽ. വേനൽ ചൂടിനു പുറമെ നിയമങ്ങൾ പാലിക്കാതെ ഇവരുമായി മല്ലുപിടിക്കാനെത്തുന്നവരെയും സഹിക്കണം. ഞാൻ ശ്വാസമുട്ടുള്ള ആളാണ്, പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഡ്യൂട്ടി ചെയ്യണമല്ലോ, ഞങ്ങൾക്ക് ജോലി അത്യാവശ്യം തന്നെയല്ലേ. സൺസ്ക്രീൻ ഇടുക അല്ലെങ്കിൽ ഗ്ലൗസ് ഇടുക, അല്ലാതെ വേറെ മുൻകരുതലൊന്നുമില്ല. ആയുർവേദ കോളേജ് ജംഗ്ഷനിൽ ഗതാഗതം നിയന്ത്രിക്കുന്ന ദിനേശ് സ്റ്റൈലിനല്ല ഈ കണ്ണട വെച്ചിരിക്കുന്നത്. ചൂടിൽ നിന്ന് രക്ഷ നേടാൻ ഇതേ ഉള്ളു വഴി. ഓവർബ്രിഡ്ജിൽ ഹോംഗാർഡ് അനിൽകുമാർ ആളുന്ന വെയിലും കർമ്മനിരതനാണ്. ചൂടുണ്ട്, നമ്മളങ്ങ് ശീലിച്ചു. വെള്ളം കിട്ടുന്നുണ്ട്, പിന്നെ ജോലി വരുമ്പോൾ ചെയ്തേ പറ്റൂ. ഇവിടെ സീനലില്ലാത്തതുകൊണ്ട് പിന്നെ ജോലി ചെയ്തേ പറ്റൂ. ഇടറോഡുകൾ വെട്ടിപ്പൊളിച്ചതോടെ പ്രധാന നിരത്തുകളിലെല്ലാം ഗതാഗതക്കുരുക്ക് അതിരൂക്ഷമാണ്. രാവിലെ 7:30 മുതൽ 1:30 വരെയാണ് ട്രാഫിക് പോലീസുകാരുടെ ആദ്യ ഷിഫ്റ്റ്. രാവിലെ നിരത്തിലെത്തിയാൽ 6 മണിക്കൂർ ഇങ്ങനെ ഒരേ നിൽപ്പാണ്. തിരക്കൊഴിയുമ്പോൾ മരത്തണലിൽ വിശ്രമിക്കാമെങ്കിലും അധിക നേരമില്ല. ഇടയ്ക്കിടയ്ക്ക് പോയി വെള്ളം കുടിക്കാറുണ്ട്. നല്ല ചൂടാണ്, പിന്നെ തിരക്ക് കുറയുന്ന മുറയ്ക്ക് തണലത്തോട്ട് മാറി ഇന്ന് വാച്ച് ചെയ്യാനേ പറ്റുള്ളൂ. ആളുകൾ കുട ചൂടി മുഖം മറച്ച് വെയിലിൽ നിന്നും രക്ഷ നേടുമ്പോഴും പൊടിയും ചൂടും സഹിച്ച് മൃദുഭാവത്തിൽ ദൃഢമായ കർമ്മങ്ങളുമായി മുന്നേറുന്ന നമ്മുടെ സേനയ്ക്ക് സല്യൂട്ട്. ഈ വാർത്തെടുക്കാൻ ഞാനും ക്യാമറമാൻ VS ബിജുവും ഇങ്ങനെ റോഡിൽ നിൽക്കാൻ തുടങ്ങിയിട്ട് ഏതാണ്ട് 1/2 മണിക്കൂറേ ആയുള്ളൂ. ചുട്ടുപൊള്ളുകയാണ്. അപ്പോൾ ഇങ്ങനെ മണിക്കൂറുകൾ ഈ റോഡിൽ നിൽക്കുന്ന പോലീസുകാരുടെ കാര്യം പറയേണ്ടതില്ലല്ലോ. കഷ്ടപ്പാടാണ്. AK സ്റ്റെഫിൻ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.